ഞാൻ കഴിഞ്ഞ വർഷം റെഡ് വൈനിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. അതിൽ നിന്ന് 2 സ്പൂൺ ഞാനെടുത്ത് നിന്നിട്ട് എനിക്ക് ഇവിടെ കിക്കടിച്ചിട്ട് പോകാനുള്ള എന്റെ പൊന്നെ. ജസ്റ്റ് പാനിലൊന്ന് പാനിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷുഗർ ഇവിടെ കാരമലൈസ്ഡ് ആയത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു ബട്ടറിന്റെ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 100 ഗ്രാംസ് ഉണ്ടാവും. ഇത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷുഗറും ബട്ടറും കൂടെ കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് സ്റ്റൗ ഓഫ് ചെയ്യാവേ. ഇത് നമ്മൾ ഷുഗറും ബട്ടറും കൂടി കാരമലൈസ് ചെയ്ത് വെച്ചതാണ്. നമുക്കത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഓറഞ്ചിന്റെ തൊലി പീൽ ചെയ്തിട്ട് കൊടുക്കാം. അതിനകത്തൊരു ഓറഞ്ചിന്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എഗ്ലെസ് ആണ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് പുളിയില്ലാത്ത ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടുത്തെ റെഡ് വൈനിൽ സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതിപ്പോ 1 ഇയർ ആയി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് വൈൻ പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്മെല്ല് കിട്ടാൻ മൊത്തടിച്ച് വീഴും. നല്ല അതിപ്പോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. മൈദയാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നട്മക്കും സിനമണും ഏലക്കായും പൊടിച്ചു വെച്ചതായിട്ട് അരിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വൺ സൈഡിൽ നിന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. നമ്മളൊരു ബട്ടർ അടിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാവേ. നമുക്ക് നന്നായിട്ട് തട്ടിയിട്ട് എയർ കളഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റ് ആയിട്ട് നമുക്ക് ഇനി ഒരു 30 to 40 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആണ്.